കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയായ മലയോര ഹൈവേയുടെ ആദ്യ റീച്ച് ഇന്ന് മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കും. 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ചിന്റെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നിർവഹിക്കുക. പൊതുമരാമത്ത് വകുപ്പ് 195 കോടി ചെലവിട്ടാണ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കോഴിക്കോട് ജില്ലയിൽ മലയോര ഹൈവേയുടെ പ്രവൃത്തി പൂർത്തീകരിച്ച ആദ്യ റീച്ചാണ് തിരുവമ്പാടി മണ്ഡലത്തിലെ കോടഞ്ചേരി കക്കാടംപൊയിൽ റോഡ്. 34 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് 195 കോടി രൂപ ചെലവിട്ടാണ് കിഫ്ബി ധനസഹായത്തോടെ പൂർത്തിയാക്കിയത്. കൂടരഞ്ഞി സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് ഉച്ചകഴിഞ്ഞ് 3:30 മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈവേ ഉദ്ഘാടനം നിർവഹിക്കും. കിഫ്ബി പദ്ധതി ദീർഘകാലത്തേക്ക് ജനങ്ങളുടെ സ്വപ്നമായിരുന്ന വലിയ പദ്ധതികളെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി കേരളത്തിൽ രൂപം കൊണ്ടിട്ടുള്ള വലിയൊരു പദ്ധതിയാണ്. കിഫ്ബിയുടെ ഭാഗമായി നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടന്നു. ആ വികസന പ്രവർത്തനത്തിൽ ഏറ്റവും വലിയ വികസന പ്രവർത്തനമാണ് മലയോര ഹൈവേ. 1200 കിലോമീറ്ററോളം വരുന്ന മലയോര ഹൈവേയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആദ്യമായി പൂർത്തീകരിച്ച റീച്ചാണ് കോടഞ്ചേരി കക്കാടംപൊയിൽ റീച്ച്. പൂർണ്ണമായും ജനങ്ങൾ സൗജന്യമായി വിട്ടു നൽകിയ പ്രദേശത്തു കൂടിയാണ് ഹൈവേ കടന്നുപോകുന്നത്. ഇത് ജനങ്ങൾക്ക് എത്ര കണ്ട് പ്രയോജനം ചെയ്യുന്ന പദ്ധതിയാണെന്ന് കൂടി തെളിയിക്കുന്നു. പ്രധാന കവലകളിൽ കോൺക്രീറ്റ് കട്ടകൾ പാകിയ നടപ്പാതകൾ, ബസ് സ്റ്റോപ്പുകൾ, കൈവരികൾ എന്നിവയുണ്ട്. കുടിയേറ്റ മേഖലയിലെ കർഷക ജനതയുടെ യാത്രാ ദുരിതത്തിന് വിരാമമാവുന്നതിനൊപ്പം മലയോര ഹൈവേ ടൂറിസം രംഗത്തടക്കം വലിയ വികസന മുന്നേറ്റം ഹൈവേ സൃഷ്ടിക്കും. കൈരളി ന്യൂസ്, കോഴിക്കോട്.